ഹായ് ഗൈസ്, ചെറിയ കൃഷിപ്പണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. പൂവ് മാത്രം പോരല്ലോ, നമുക്ക് വയറ്റിലേക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ കഴിക്കാനായിട്ട്, നല്ല ശുദ്ധമായ പച്ചക്കറികളൊക്കെ. ഇപ്പോൾ വീട്ടിൽ ജസ്റ്റ് വറ്റമുളക് വാങ്ങുന്നത് പഴയ ചട്ടിക്കകത്ത് കുഴിച്ചിട്ടിട്ട് ഞാൻ മുളപ്പിക്കാറുണ്ട്. അല്ലാതെ ഇത് നല്ല വാങ്ങിയ തേകളൊന്നും അല്ല കേട്ടോ നേഴ്സറിയിൽ നിന്ന്. സാധാരണ വറ്റൽമുളക് പൊട്ടിച്ചിടുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് പഴയ ചട്ടിക്കകത്ത് പാകുന്നതാണ്. അത് നല്ല മാതിരി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാം. വെറുതെ ഞാൻ വീഡിയോ കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ പലപ്പോഴും എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോകാറുണ്ട്. ഇപ്രാവശ്യം ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്താ പറയാനുള്ള വെച്ചാൽ, ഇതിന് മുമ്പെയൊക്കെ ചിലപ്പോഴൊക്കെ വെച്ച് ചട്ടിയൊക്കെ പുറത്ത് വെച്ചിട്ട് അവിടെ എല്ലാ ചെടികളൊക്കെ മഴയൊക്കെ കൊണ്ട്, ചെടിയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഇതുമാതിരി തൈകൾ പലതിൻ്റെയും തൈകളൊക്കെ മഴ കൊണ്ട് പോയി കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഒരു ഷെയ്ഡിലാണ് വെച്ച, മഴയൊന്നും കൊള്ളാതെ ഇരിക്കുന്ന രീതിയിൽ, എന്നാൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ. മഴ ഒരു പാത്രത്തിനകത്ത് മഴവെള്ളം ശേഖരിച്ച് വെക്കും. അത് ഞാനിതിൻ്റെ കടക്കിലൊക്കെ ഒഴിക്കും. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നിറപ്പിച്ച് ഇടയ്ക്ക് ഒഴിക്കാറുണ്ട് കേട്ടോ. അതും പച്ചക്കറിക്ക് അല്ലാതെയും ഒഴിക്കാറ്, ചെടിക്കാണ് ഒഴിക്കാറ്, നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്ന ചെടിക്ക്. എന്നാലും ഇടയ്ക്കൊക്കെ ഇതിന് ഒഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ പഴയ ചട്ടിയാണ്, അതിനകത്ത് വളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഒത്തിരി പ്ലാന്റ്സൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പോയ ചട്ടികൾ, പഴയ ചട്ടികളിലൊക്കെയാണ് ഞാൻ ഇത് വെക്കാറ്. അടുത്ത് ഒരു അധികം കോസ്റ്റ്ലില്ലാത്ത അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. അങ്ങനെ പഴയ ചട്ടികളൊക്കെ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതുമാതിരി പരീക്ഷണങ്ങളൊക്കെ നടത്താനും ഒക്കെ, വിത്ത് വിതയ്ക്കാനും അതുമാതിരി അധികം വളരുമെന്ന് ഉറപ്പില്ലാത്ത ചെടികളൊക്കെ വയ്ക്കാനായിട്ട് ആ ചട്ടികൾ യൂസ് ചെയ്യാറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.